പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 17 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങൾ ആസ്പിക്കാൻ നടത്തിയ കർത്താവേ, നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അത് സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികളെ, പീഡിതരെ, മനപ്രയാസമുള്ളവരെ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവരെ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവരെ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാധ്യത നൽകിയ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായ മക്കളെ, പല മക്കളുടെ ചില ഫോൺ വിളികൾക്ക് ശേഷം, ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദുഃഖങ്ങളെ കർത്താവിൻ്റെ ദൃശ്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിന്റെ തിരുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക, ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിങ്ങളെപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്. പക്ഷേ കൃപാസനത്തിൽ നിന്ന് അത് പറയുമ്പോൾ അതിന് വേറെ ഒരു ട്വിസ്റ്റിങ് വരും മിക്കവാറും. എന്താ പ്രശ്നം വെച്ചാൽ ഇന്ന് ധ്യാനിപ്പിച്ചപ്പോഴേ നമ്മുടെ ജെറമിയയില്ലേ, ജെറമിയ 2:13, എന്തെന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇത് സാധാരണ ആഭിചാരം, കൂടോത്ര മന്ത്രവാദം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ചില ധ്യാനവേദികളിലൊക്കെ നമ്മളിത് കേൾക്കുന്നത് എപ്പോഴും. അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളാണ്, കാര്യം അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല വിഷയം. നമ്മൾ പൊട്ടക്കിണറെ കുഴിക്കുന്നതല്ല പ്രശ്നം. അതായത് ഇതെല്ലാം ഈ നമ്മുടെ ഒന്നാമത്തെ കൽപ്പനയുമായിട്ട് ലിങ്ക്ഡാണ്. ഒന്നാമത്തെ കൽപ്പന എന്താ? പുറപ്പാട് 20:2, അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഇതുമായിട്ട് ലിങ്ക്ഡാണ്. ഏത്? നേരത്തെ പറഞ്ഞ ജെറമിയ 2:13. എന്താണ്? ജീവന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു, പകരം പൊട്ടക്കിണറുകൾ കുഴിച്ചു. ഇത് ഒരു ജന്മം ധ്യാനിക്കാനുണ്ട വിഷയമാണ്. കാര്യം ഇതിനകത്ത് വരുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലം, ഈ പകരം, ദൈവത്തിന് പകരം ഒരു അതർ ഗോഡ് എപ്പോഴും ഇങ്ങനൊരു നിഴല് പോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതർ ഗോഡ്. അതർ ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന, ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്ന സിമ്പിളാണ്. ദൈവവചനം അവോയ്ഡ് ചെയ്യുമ്പോൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഞാൻ ചില സമയത്ത് ഓർക്കുകയും, ദൈവം എന്തോ ഒരു കരുണയുള്ളതാണ്. ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് മുഴുവനും. കാര്യം ദൈവത്തിൻ്റെ വചനങ്ങൾ
മിക്ക വചനങ്ങളും തന്നെ സിമ്പിളാണ്. വചനങ്ങൾ സിമ്പിളാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വചനം മത്തായി 11:30, എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഇപ്പൊ കർത്താവിന്റെ കാലത്ത് യഹൂദന്മാരുടെ ജൂഡൈക് ലൈഫില്ലേ, ഭാരം കൂടിയതായിരുന്നു. അതാണ് ഈശോ അങ്ങനെ പറയണത്. ജൂഡൈക് ലൈഫ്, ജൂഡൈക് യഹൂദന്മാരുടെ ജീവിത രീതികളും പിന്നെ ഈ റബികൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ തന്നെ ഓരോരുത്തരും വ്യാഖ്യാനിച്ച് അത് വചനം പാലിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ഈശോ അത് പറയുന്നുണ്ട്, നിങ്ങൾ ദുർവാഹമായ ചുവടുകളെ. മത്തായി 23:4, അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. റബിനിക് ലോ അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻസും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഓരോരോ കാലം തോറും ജീവിക്കാൻ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? നിസ്സാര പ്രശ്നങ്ങളൊന്നുമല്ല. തന്ത്രപരമായിട്ട് ഒരു ദൈവ സംവിധാനത്തിനെ ഒരു പറ്റം ആൾക്കാർ ഹൈജാക്ക് ചെയ്യണതാണ് കാണുന്നത്. വെച്ചാൽ ഒരു മതത്തിൻ്റെ സത്യങ്ങളെ എന്തുമാത്രം സങ്കീർണമാക്കുന്നുവോ അപ്പോഴതനുസരിച്ചുകൊണ്ട് ഒരു പണിയില്ലാതെ ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതവുമായിട്ട് മൽപ്പിടുത്തം നടത്തേണ്ടി വരാതെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ വചനം പാലിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സാഹചര്യം ഉണ്ടാകും. നാട്ടിൽ നടക്കുന്ന കഴുതവണ്ടിക്കാരനും മത്സ്യത്തൊഴിലാളിക്കും മറ്റുള്ള കഠിനമായി ജീവിച്ച് രാത്രിയും പകലും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് ഇത് പാലിക്കാൻ പറ്റാതെ വരും. ഇത് യഹൂദന്മാരുടെ ഇടയിലും വന്നു, ഇന്ത്യയിൽ നമ്പൂതിരിമാരുടെ ഇടയിലും വന്നു, നമ്പൂതിരി വെച്ച ബ്രാഹ്മിൺസിൻ്റെ ഇടയിലും വന്നു. അപ്പം അത് വെച്ചാൽ ഒരു ന്യൂനപക്ഷ മതത്തിൻ്റെ ദൈവത്തെ തന്ത്രപരമായിട്ട് ഹൈജാക്ക് ചെയ്യണതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ ഭാരം നിയമങ്ങളെ പെരുക്കിയും വ്യാഖ്യാനിച്ചും ദൈവത്തെ പ്രാപിക്കണമെങ്കിൽ പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കും. അതാണ് ഈശോ പറയണത്, നിങ്ങൾ വലിയ ഭാരം ജനങ്ങളുടെ മേൽ കെട്ടി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈശോ പറയും, ഞാൻ ആ ഭാരം ലഘുവാക്കുകയാണ്. ആ ഭാരം ലഘുവാക്കുന്നതല്ല, എൻ്റെ മുഖം മധുരവും ഭാരം ലഘുവുമാണ്. അവിടെ എന്താണ് ഭാരമുള്ളത്? ഒരു ഭാരമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പം സ്നേഹിക്കണമെന്നുള്ള ഒറ്റ സംഭവത്തിൽ ഈശോ ഇതെല്ലാം കൊണ്ടുവന്ന് ഒതുക്കും. ഇനി ആരാണ് എൻ്റെ സ്നേഹിതൻ എന്ന് ചോദിച്ചാൽ അപ്പോൾ സമരക്കാരൻ്റെ കഥ കൂടി പറഞ്ഞിട്ട് കർത്താവ് സ്നേഹത്തിൻ്റെ സാർവജനീനത ഏറ്റവും കൂടുതൽ സഹായം എത്തുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിക്കും. സിമ്പിളായിട്ടാണ്. അപ്പോൾ ബേസിക്കായിട്ട് മൗലികമായിട്ട് സ്നേഹമാണ്. അതുകൊണ്ട് ഈ മാർപ്പാപ്പമാരൊക്കെ കരുണയെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും ഉദാത്തമായ രൂപമാണ്. കാര്യം സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കരുണയ്ക്കും സ്നേഹത്തിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കരുണ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് കാണിക്കണതാണ്. അതിൻ്റെ അകത്ത് ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ. ആ ദൈവം നമ്മോട് കാണിച്ചതാണ്. സ്നേഹമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അതൊരു ബയലാറ്ററൽ ഒരു റെസിപ്രോക്കലായിട്ടുള്ളൊരു സ്നേഹം കൊടുക്കുന്നവർക്ക് എപ്പോഴും സ്നേഹം കിട്ടണമെന്ന് ഉള്ള ഒരു ആഗ്രഹം അജ്ഞാതമായെങ്കിലും അവബോധ മനസ്സിലെങ്കിലും കാണും. അത് ഒരു മനുഷ്യപ്രകൃതിയാണ്. കരുണയ്ക്ക് അതൊന്നുമില്ല.
കാരണം നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നതാണ്. ഇപ്പം ഞാൻ പറയണത് കുറേശ്ശെയായിട്ട് നമ്മൾ ഇത് എല്ലാവരും മനുഷ്യർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ മുഖം മധുരമാണെന്ന് ഈശോ പറയണില്ലേ, ഭാരം ലഘുവാണെന്ന്. അപ്പം ഭാരം ലഘുവാണെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പം ലൈറ്റ് വെയിറ്റ് ആയിട്ട് എന്തുമാത്രം സാധനമാണ്. പണ്ടൊക്കെ നമ്മൾ ഇസ്തിരി എടുത്ത് 10 കിലോ ഉള്ള തേപ്പോട്ടിയുടെ അകത്ത് ചിരട്ടക്കല്ലൊക്കെ മുട്ടി അത് പൊക്കി പിടിച്ച് കുറച്ച് എന്ത് ആയാസത്തിനാണ് തുണി തേക്കണത്. ആ സമയത്ത് ഇപ്പോഴെന്താ പറ്റണത്, ഇപ്പോൾ ഓൺലൈനിൽ മേടിക്കുന്ന തേപ്പൊട്ടി കൊണ്ട് ചുമ്മാ ഇങ്ങനെ ചൂട് അഴയിലിട്ട് തേച്ചുകളെ. അപ്പം ഭാരം ലഘുവായി, സിമ്പിളായി, ലൈറ്റ് വെയിറ്റായി. അപ്പം ലൈറ്റ് വെയിറ്റ് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാകത്ത ശരിക്കും. അപ്പം ഭാരം ലഘു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അന്തസത്യം എന്ന് പറയണത്, നമ്മൾക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനയും പാലിക്കാം, അനോയിൻറ്റിങ് കിട്ടിയാൽ മതി. അതാണ്. അല്ലാതെ നമുക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനയും പാലിക്കാം, പാപമില്ലാതെ ജീവിക്കാം. അതൊക്കെ വലിയ ഭാരമുള്ള പരിപാടികളില്ല. പക്ഷെ എന്താണ്, ഇതിൻ്റെ അനോയിൻറ്റിങ് കിട്ടണം. എപ്പോഴും നിങ്ങൾ നിശബ്ദ ധ്യാനത്തിലെങ്കിലും അനോയിൻറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ പാപം ചെയ്യാതിരിക്കാനും പുണ്യത്തിൽ പുരോഗമിക്കാനും എപ്പോഴും നമുക്ക് വേണ്ടത് ഇതിനെ ലഘുവാക്കുന്ന അനോയിൻറ്റിങ്. ആ ദേവസ്വം കൂടി വരുമ്പോൾ അനോയിൻറ്റിങ് താനേ വരും. പരിശുദ്ധ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അമ്മ മാതാവും യേശു അപ്പനും അനുഗ്രഹിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. അതിനായി അപ്പനോടും അമ്മയോടും ഒരുപാട് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഭദ്ര, ഇതെൻ്റെ അമ്മ. ഞങ്ങൾ വരുന്നത് വെഞ്ഞാറമൂട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. 27 ജൂലൈയിലാണ്, കഴിഞ്ഞ ജൂലൈയിലാണ് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്ന് അതീവമായ ആഗ്രഹമായിരുന്നു. കാരണം മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള അത് നമ്മുടെ കുടുംബത്തിലില്ല. ഉടമ്പടി എടുത്തു, നിയോഗം വെച്ചു. നിയോഗത്തിൽ ജർമ്മൻ ലാംഗ്വേജ് തന്നെയായിരുന്നു. ഇപ്പോഴും ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. അമ്മയോടും അപ്പനോടും അതീവമായി പ്രാർത്ഥിച്ചു. ജർമ്മൻ ലാംഗ്വേജ് തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. കാരണം 1 വർഷത്തെ കോഴ്സാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിൽ പോയി ഹൗസ് ബിൽഡിംഗ് എന്ന ഒരു കോഴ്സുണ്ട്. അത് സ്റ്റൈഫൻഡോട് കൂടെയാണ് പഠിക്കുന്നത്. അവിടെ ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫീസ് അങ്ങോട്ട് കൊടുക്കേണ്ട, അവർ സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് തന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നെപ്പോലെ പഠിക്കാൻ കഴിയാത്ത കുറേ കുട്ടികളുണ്ട്, അവരെയൊക്കെ സഹായിക്കണം. പിന്നെ വീട്ടിൽ കടബാധ്യതകളുണ്ട്, ഇതെല്ലാം മാറ്റണം. നമുക്ക് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം ഒന്നും അറിഞ്ഞൂടാ. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം ഒന്നും അറിഞ്ഞൂടാ. ഉടമ്പടി എടുത്തു, അത്രയേ ഉള്ളൂ. ബൈബിൾ വായിക്കണം, എല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം, എല്ലാം. എന്നിട്ട് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എല്ലാ കാര്യവും പറഞ്ഞു തന്നു. അതുപോലെ ഞങ്ങൾ ചെയ്തു. കുറേ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്, മെയിനായിട്ട് നാട്ടുകാരുടെ ഇടയിൽ നിന്ന്. +2 കഴിഞ്ഞ് 1 വർഷം പോലും ആയിട്ടില്ല. +2 കഴിഞ്ഞ് എന്താ വീട്ടിൽ നിൽക്കുന്നേ, തോറ്റോ, കൂട്ടുകാരുടെ കളിയാക്കൽ, തോറ്റോ, ഇത് തന്നെ മെയിൻ. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എനിക്ക് പാസ്സാക്കി കിട്ടുമ്പോൾ ഞാൻ പഠിക്കാൻ പോവും. അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. വയ്യായിരുന്നു, പനി, ശ്വാസം മുട്ടുമായിരുന്നു. പകുതിയിലൊക്കെ വെച്ച് അർത്തുങ്കൽ പള്ളിയിലേക്ക് ആംബുലൻസിൽ കയറി പോകാം എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ടും പോയില്ല. കുറേ നേരം റെസ്റ്റ് എടുത്ത് കംപ്ലീറ്റ് ആക്കി. അപ്പോഴ് സിന്ധു ആൻറ്റിയുടെ ഒരു ഫ്രണ്ട് വഴി, സിന്ധു ആൻറ്റിയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകള് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് നോർക്ക എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഫീസ് വളരെ കുറവാണ്.
അവിടെ BPL കാർഡുകാർക്ക് A1 തൊട്ട് B2 വരെ പഠിക്കാൻ ഫീസ് കൊടുക്കണ്ട. ജപമാല റാലി കഴിഞ്ഞ് വന്ന് 2-3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് ലാംഗ്വേജ് പഠിക്കാനുള്ളതെല്ലാം ആയി. അങ്ങനെ അതിന് വേണ്ടി അവിടെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തു. അപ്പോഴേക്കും ആൻറ്റി പറഞ്ഞു രജിസ്റ്റർ ചെയ്തത് പോരാ, അവിടെ പോയി പ്രാർത്ഥിക്കണം, ഉപ്പിട്ട് പ്രാർത്ഥിക്കണം. ആ രജിസ്റ്റർ ചെയ്ത സമയത്ത് അവർ വിളിച്ചിട്ട് പറഞ്ഞു 2 മാസം ലേറ്റാവും, 2 മാസം കഴിഞ്ഞ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, 2 മാസം കഴിഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. നമ്മളവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലെ അമ്മയ്ക്ക് കോള് വരുന്നു. നോർക്കയിൽ നിന്നാണ് നാളെ തൊട്ട് ക്ലാസ് തുടങ്ങാണ്, മകൾക്ക് വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഉച്ചക്കത്തെ ബാച്ചാണെന്നും പറഞ്ഞു. അപ്പോൾ ഉച്ചക്കത്തെ ബാച്ചെന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് ട്രാവൽ ചെയ്ത് വീടെത്തുമ്പോൾ 7-7:30 സംതിങ് ആവും. അപ്പോൾ അമ്മ ഞാനങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മയ്ക്കൊരു വിഷമമായി. അങ്ങനെ ഉടനെ ആൻറ്റിയോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയരുത്, അമ്മ മാതാവും യേശുവും തന്ന അനുഗ്രഹം ഒരിക്കലും നിരസിക്കരുത്, പോയി പഠിക്കണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അഡ്മിഷൻ എടുക്കാൻ ക്ലാസ്സിന് പോയി. അപ്പോൾ അടുത്തത് ഫോൺ, ഞാൻ അമ്മയുടെ ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഓൺലൈനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ ഫോൺ എന്തായാലും വേണം, ഫോണില്ലാതെ ഈ കോഴ്സ് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ അമ്മ മാതാവ് എല്ലാത്തിനും ഒരാളെ നിയോഗത്തിൽ വെച്ച് തരും. നമ്മൾ ഒന്നിനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിന്നാൽ മതി, ബാക്കിയെല്ലാം അമ്മ മാതാവ് ഓരോരുത്തരെയായിട്ട് നിയോഗിച്ച് തരും. ഫോണില്ലാത്തത് എൻ്റെ അപ്പ എനിക്ക് വാങ്ങിച്ചു തന്നു. EMI ഇട്ട്. അപ്പ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സിസ്റ്റർ സന്ധ്യ എന്ന പേര്. അത് അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഫോൺ കിട്ടുന്നു. ക്ലാസ്സിന് 2 മാസം ലേറ്റാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ പിറ്റേ ദിവസം വിളിച്ച് പറയുന്നു ക്ലാസ് നാളെ തൊട്ട് സ്റ്റാർട്ടായി. 1 ദിവസം പോയി അന്ന് തന്നെ ഫോൺ കിട്ടുന്നു. എല്ലാം ശരിയായി. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് ഇടയ്ക്ക് വെച്ച് ആരും അറിഞ്ഞില്ല 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. മെഴുകുതിരി ഉരുകി തീരുമ്പോൾ അമ്മ ഒരാഴ്ച കഴിഞ്ഞ് അമ്മ എന്നോട് ചോദിച്ചു ഇതെന്തിങ്ങനെ മെഴുകുതിരി തീർന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞു. കരഞ്ഞു പ്രാർത്ഥിച്ചു. 3 മണിയുടെ ശക്തി ഞാൻ അന്ന് അറിഞ്ഞത്. പിന്നെ എനിക്ക് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നു, ഇപ്പോൾ ഞാൻ ആ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു. എൻ്റെ മാത്രം കഴിവല്ല, അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെയും അനുഗ്രഹവും. അമ്മ മാതാവും യേശുവും ഞങ്ങൾക്ക് വേണ്ടി കുറേ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാവരുടെയും പ്രാർത്ഥന കാരണമാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നത്. A1 ഇപ്പോൾ ഞാൻ 2 ആഴ്ചയായി. എനിക്ക് ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ വന്ന് സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചതാ. പക്ഷേ അവർ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ക്ലാസ്സിന് കയറിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഇത്രയും ലേറ്റായത്. ഇപ്പം 2 ആഴ്ചയായിട്ട് ഞാൻ A1 നന്നായി പഠിക്കുന്നു. എന്നെ എല്ലാവരുടെയും പരിഹാസത്തിന് മുമ്പിലും കളിയാക്കലിന് മുമ്പിലും നിന്ന് രക്ഷിച്ച എൻ്റെ അമ്മ മാതാവിനും യേശുപ്പയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. അമ്മയ്ക്ക് കാലിൽ വെരിക്കോസിൻ്റെ സാക്ഷ്യമുണ്ടെന്ന് അമ്മ പറയും. എൻ്റെ ഈശോപ്പയ്ക്കും മാതാവിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് എൻ്റെ കാലിൽ വെരിക്കോസ് അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് 1 മാസം ജോലിക്ക് പോയാൽ പിന്നെ 2 മാസം എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഞരമ്പ് പൊട്ടി പഴുത്ത് വലിയ വ്രണം ആവുമായിരുന്നു. അതും വെച്ച് കെട്ടി ആ അവസ്ഥയിലൊക്കെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്, നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. പിന്നെ ലാസ്റ്റ് ഘട്ടം 1 വർഷം ഏതാണ്ട് ആവാൻ പോകുന്ന ആ അവസ്ഥയിൽ ഞാൻ അതുപോലെ ഇത് പൊട്ടിയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ കിടന്നു. ആശുപത്രിയിൽ പോലും പോകത്തില്ല എന്ന് കരുതി ഞാൻ കിടന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാനിങ്ങനെ കിടക്കുക, 4 മണിക്ക് ഇങ്ങനെ കിടക്കുക. അപ്പോഴത്തേക്ക് കോളിംഗ് ബെല്ലിൽ ഒരു ശബ്ദം കേട്ട് ഇങ്ങനെ കണ്ണ് തുറക്കാതെ ഞാനിങ്ങനെ അകത്ത് കാണുവാണ്. അമ്മ വന്ന് ബെല്ലടിക്കുന്നു. 2 പ്രാവശ്യം ബെല്ലടിച്ചു. ഞാനത് കണ്ടതാണ്. പിറ്റേന്ന് അതുപോലെ ഞാനങ്ങനെ ഒന്ന് മയങ്ങിയപ്പം എൻ്റെ കാല് തറയിൽ ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്, നടക്കാനൊന്നും പറ്റത്തില്ല. കാല് പിടിച്ചൊരൊറ്റ വലി, എൻ്റെ കാല് ഞാനങ്ങ് എക്കി തെറിച്ച്
തെറിച്ച് എനിക്ക് മനസ്സിലായി അമ്മ വന്ന് എൻ്റെ കാലിൽ പിടിച്ചതാണെന്ന്. ഞാൻ അന്നൊരു ഭയങ്കര മഴയായിരുന്നു, എൻ്റെ മക്കൾ വീട്ടിലില്ലായിരുന്നു. ഞാൻ ഉറക്കെ കരഞ്ഞ്, ആ മഴയത്ത് ആരും കേൾക്കാതെ ഞാൻ ഉറക്കെ നിലവിളിച്ച് എൻ്റെ അപ്പൻ്റെ അടുത്ത് പറഞ്ഞു, സ്വർഗം തുറന്ന് നീ ഇറങ്ങി വന്നേ പറ്റൂ, എനിക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല, എൻ്റെ കൊച്ചുങ്ങളെ വളർത്താൻ വേറെ വരുമാനമില്ല, ഒന്നുമില്ല, ഞാൻ ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പം അന്ന് വൈകുന്നേരം ഈ കൊച്ചാണ് എന്നെ കസേരയിലിട്ട് ഉരുട്ടി കൊണ്ടുപോകുന്ന ബാത്റൂമിൽ വരെ. അങ്ങനെ അന്ന് വൈകുന്നേരത്ത് ഞാൻ കാല് തറയിൽ ചവിട്ടിയപ്പം എനിക്ക് കാലിന് വേദനയില്ല. ഞാൻ തന്നെത്താൻ നടന്ന് എൻ്റെ ബാത്റൂമിൽ പോയി. എൻ്റെ മോളും എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ ഒറ്റയ്ക്ക് പോയാന്ന് ചോദിച്ചു. അന്ന് പിറ്റേ ദിവസമായി ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കാലിലെ മുറിവ്, ആ ചതഭാഗം, നിങ്ങൾക്കറിയാം വെരിക്കോസ് വന്നാൽ കാലിൽ എങ്ങനെ ഇരിക്കുമെന്ന്, ആ ഭാഗങ്ങളൊന്നും കാണാനില്ല, പാട കൊണ്ട് മൂടി. ആ പാട മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 15 ദിവസം പോലും ഞാൻ മുറിവായിട്ട് കിടന്നില്ല. ഞാൻ പിറ്റേന്ന് തൊട്ട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. പിന്നെ ഇന്ന് വരെ എൻ്റെ കാലിലാ മുറിവ് വന്നിട്ടില്ല. എൻ്റെ ഈശോയും മാതാവ് എന്നെ രക്ഷിച്ച ജീവിതത്തിൽ ഇവിടെ എത്തിച്ചു. എൻ്റെ സാക്ഷ്യം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു വന്ന്, പക്ഷേ ഒറ്റ സാക്ഷ്യം ആയതുകൊണ്ട് അന്ന് പറയാൻ പറ്റിയില്ല. വേറൊരു സാക്ഷ്യം കൂടി ഉള്ളപ്പോൾ പറയാമെന്ന് കരുതി. അതുപോലെ തന്നെ എൻ്റെ മോളെ സാക്ഷ്യം പറഞ്ഞതുപോലെ ഒരുപാട് ആക്ഷേപിച്ചു, എന്നെ ഒരുപാട് പരിഹസിച്ചു. മോളെന്താ തോറ്റിട്ടാണോ നിൽക്കുന്നത്, മോളെ പഠിപ്പിക്കുന്നില്ലേ, ഈ കൂടിയത് മാത്രമേ പഠിക്കാൻ പോകത്തുള്ളൂ, എന്തെല്ലാം ITയിലൊക്കെ എന്തെല്ലാം വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അവൾ പക്ഷേ അതിൽ തന്നെ ഉറച്ചു നിന്ന് എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ കഴിവില്ലാത്ത രക്ഷകർത്താവ് മക്കളുടെ ശാപമാണെന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട്. അവരുടെയൊക്കെ മുന്നിലാണ് എൻ്റെ മാതാവ് എൻ്റെ മോളെ ഇവിടെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. അവർക്കൊക്കെ പറയാനുള്ള സമാധാനമാണ് എൻ്റെ മോൾ ഉടമ്പടി എടുത്ത് ജപമാല റാലിക്ക് പോയപ്പോഴും ശ്വാസം കിട്ടാതെ വഴിയിൽ വീണുപോയി. അരമണിക്കൂറോളം ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ്, രജനി വോളണ്ടിയേഴ്സിനെ വിളിച്ചിട്ട് പറ ആംബുലൻസിൽ എൻ്റെ മോളെ നടത്തണ്ട, ആംബുലൻസ് വിളിച്ച് പൊക്കോന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയോ എൻ്റെ മോളെ മാതാവ് എത്തിച്ച്. അവൾക്ക് പിന്നീട് അങ്ങോട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അവൾ ചിരിച്ച് കളിച്ചാണ് തിരിച്ച് വീട്ടിലെത്തിയത്. അത്രത്തോളം അനുഗ്രഹം എൻ്റെ മാതാവ് ഈശോയും എനിക്ക് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ആക്സിഡൻറ്റ് ഇപ്പോൾ സംഭവിച്ചു. എൻ്റെ മോളും കൂടെ പോയ ബൈക്ക് വേറൊരു വണ്ടിയായിട്ട് ഇടിച്ച്. ആ ഇടിച്ച വണ്ടിയിലുള്ള കൊച്ചിന് സർജറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോള് വീട്ടിൽ പോകുമ്പോൾ അവളെ ബാഗിൽ ബൈബിള് കാണും, കാശുരൂപം കാണും, എല്ലാം കാണും. എൻ്റെ മോൻ്റെ വണ്ടിയുടെ ബാക്കിലിരുന്ന ഒന്ന് തട്ടിയാൽ തെറിച്ച് വീഴണ വണ്ടിയായിരുന്നു. പക്ഷേ വണ്ടി ഇടിച്ചിട്ട് പോലും അവൾ ഈ ബാഗ് ഇങ്ങനെ ചുറ്റി പിടിച്ചുകൊണ്ടേ ഇരുന്ന് അവർക്ക് രണ്ടുപേർക്കും ഒരു കുലുക്കം പോലും സംഭവിച്ചിട്ടില്ല. വണ്ടി മാറിയുകയോ വീഴുകയോ ഒന്നും ചെയ്തില്ല. എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വണ്ടി ആരോ പിടിച്ച് നിർത്തി അമ്മ എന്ന്. പക്ഷെ അവർ വീണ് പോയിരുന്നെങ്കിൽ ബസ് വരുന്ന റൂട്ടായിരുന്നു. അങ്ങനെ പോലും എൻ്റെ ഈശോയും മാതാവും എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന, ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, ഇപ്പോഴും പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അവരൊക്കെ കുടുംബങ്ങളെ മാതാവ് ഈശോയും അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നില്ലേ. എൻ്റെ ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. ജീവിതത്തിലെ അവസാനം വരെ എൻ്റെ ഈശോൻ്റെ മാതാവിൻ്റെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ആവശ്യങ്ങൾ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അപ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. അത്രത്തോളം അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പം ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ അനാഥാലയത്തിൽ കുറച്ച് അമ്മമാരുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം കൈ കൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞാൻ അമ്മമാർക്ക് കൊടുത്ത് ഞാനും എൻ്റെ മക്കളും അവിടെ ഇരുന്നാണ് കഴിച്ചത്. മക്കൾ മാത്രമല്ല, എൻ്റെ നാത്തൂനും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി കഴിച്ച് വീണ്ടും ഞങ്ങൾ അവിടെ സന്ദർശിച്ചു. അവർക്ക് വേണ്ടുന്ന നൈറ്റികളും എൻ്റെ ഫ്രണ്ടുമായിട്ട് പോയൊക്കെ വാങ്ങി കൊടുത്ത് പിന്നെയൊക്കെ ഞങ്ങൾ അവിടെ പോകാറുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം പത്രം ഓട്ടോ സ്റ്റാൻഡുകളിലും വീടുകളിലും കടകളിലും ഒക്കെ കൊണ്ടുപോയി പത്രം പ്രേക്ഷിതം ചെയ്യുമായിരുന്നു. എല്ലാത്തിനും എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് അൽഫോൺസ. ഞാൻ മാരാരിക്കുളം സെൻറ്റ് ഏഗസ്റ്റിൻ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ മാർച്ചിലായിരുന്നു എൻ്റെ എക്സാം. ഞാൻ ലാസ്റ്റ് ഇയർ ആയിരുന്നു. ലാസ്റ്റ് ഇയറിൽ എനിക്ക് സബ്ജക്റ്റ് ഒട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. OBG എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഗൈനക്കോളജി ആൻഡ് ഒബ്ജസ്ട്രീഷൻ. അതെനിക്ക് എന്നെക്കൊണ്ട് പഠിക്കാനേ പറ്റുന്നില്ല. ഞാൻ പഠിക്കും, പക്ഷേ എല്ലാം ഞാൻ മറന്നു പോകും. പിന്നെയും ഞാൻ പഠിക്കും, ഞാൻ മറന്നു പോകും. ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ 4th ഇയർ എല്ലാ സബ്ജക്റ്റും. പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ ഓർക്കും, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടാകത്തില്ല.
അങ്ങനെ ഞാൻ കൃപാസനത്തിൽ എനിക്കൊരു പത്രം എൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിച്ച ടോപ്പിക്ക് മാത്രം എഴുതി പഠിച്ചിട്ട് അത് അതിൻ്റെ അകത്ത് കയറ്റി ഞാൻ വെക്കുമായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ ഓരോ ടോപ്പിക്കും ഞാൻ പഠിച്ച് മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് ഞാൻ കുരിശ് വരച്ചിട്ട് മാതാവ് ഇനി എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരണേ, എനിക്ക് രണ്ടാമത് ഇനി പഠിക്കാൻ പറ്റില്ല, കുറേ ടോപ്പിക്കുണ്ട്, എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല എന്നായിരുന്നു എൻ്റെ ടെൻഷൻ. ഞാൻ അങ്ങനെ അതുപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഓരോ ടോപ്പിക്കും ഞാൻ പഠിച്ച് പ്രാർത്ഥിച്ച് പേപ്പറിൻ്റെ അകത്ത് വെച്ചാണ് ഇരുന്നത്. അങ്ങനെ പരീക്ഷയുടെ സമയം വന്ന് അപ്പം ഞങ്ങൾ റൂമിൽ 4 പേരാണ്. അപ്പം ഞങ്ങൾ 4 പേരും മാതാവിൻ്റെ ഒരുവണ്ണായിട്ട് കുരിശ് വരച്ച് കാശുരൂപവും ഉടമ്പടി തൈലവും ആയിട്ടാണ് ഞങ്ങൾ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പരീക്ഷ പഠിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിനാണ് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പത്രം ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സാക്ഷ്യം കണ്ടു. ഒരു ചേട്ടൻ്റെ നേഴ്സിംഗിന് പഠിച്ച് തന്നെ പരീക്ഷയുടെ സമയത്ത് മാതാവിൻ്റെ ഉപ്പൊക്കെ ഉപയോഗിച്ച് പരീക്ഷ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, എടി നമുക്കും അങ്ങനെയൊക്കെ തന്നെ പോകാം. അങ്ങനെ പോക്കറ്റിൽ ഞങ്ങൾ ഉപ്പും തൈലവും ഉപയോഗിച്ച് കുരിശൊക്കെ വരച്ച് പോക്കറ്റിൽ ഉപ്പിട്ടുണ്ടാ പോയത്. അങ്ങനെ പരീക്ഷ ഹോളിൽ ചെന്ന് ഞങ്ങൾ ഇരുന്നപ്പോൾ തന്നെ മാതാവിൻ്റെ ഉപ്പ് വിതറി കുറച്ച് പോക്കറ്റിൽ ഇട്ടുണ്ടായിരുന്നു പരീക്ഷ പേപ്പറിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ എനിക്ക് ഒന്നും അറിയുന്നില്ല. 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. 5 മാർക്കിന് 2 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് അറിയാവുന്നതുള്ളൂ. എൻ്റെ മനസ്സിലേക്ക് എനിക്ക് കൈയും കാലൊക്കെ വിറക്കാൻ തുടങ്ങി. കാര്യം എന്ത് എഴുതി വെക്കും, എസ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു മാതാവിനോട്, മാതാവ് എനിക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ എന്ത് എഴുതി വെക്കും, എനിക്ക് ഈ വർഷം ജയിച്ചാലേ പറ്റത്തുള്ളൂ. കാര്യം അവസാന വർഷമാണ്, ജയിച്ചില്ലെങ്കിൽ ജോലിക്ക് കയറാനുള്ള ബുദ്ധിമുട്ടും അതും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എനിക്കതൊന്നും വരുത്തല്ലേ മാതാവ്, എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിക്കണേന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒന്നും അറിയത്തില്ല, എനിക്ക് എന്ത് എഴുതണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മാതാവിനോട് അവിടെ ഇരുന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ച് അവസാനം ഞാൻ പേപ്പർ കൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ മാതാവിൻ്റെ കാശുരൂപം ഉപയോഗിച്ച് കുരിശ് വരച്ച് ഉപ്പ് വിതറി ഞാൻ പേപ്പർ കൊടുത്ത്. അങ്ങനെ തന്നെ എല്ലാ പരീക്ഷയും ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞ ജൂൺ 16-ാം തീയതി എൻ്റെ റിസൾട്ട് വന്ന് ഞാൻ മാതാവിനോട് ജസ്റ്റ് പാസ്, വേറെ ഒന്നും വേണ്ട മാതാവ്, എന്നെ ഒന്ന് ജയിപ്പിച്ചാൽ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. കാര്യം എനിക്ക് ജയിച്ചാൽ മാത്രമേ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ജോലി കയറാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും എന്നെ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യും. എനിക്ക് ആ ഒരു ടെൻഷനായിരുന്നു എനിക്ക് മുഴുവനും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച മാതാവ് എനിക്കൊന്ന് ജസ്റ്റ് പാസ് തന്നാൽ മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട, ഒന്ന് ജയിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ്. മാതാവ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്നാൽ മാതാവ് എന്നെ അനുഗ്രഹിച്ചത് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം എനിക്കറിയാം എൻ്റെ കഴിവ് എന്തുമാത്രം ഉണ്ടെന്ന്. പഠിച്ചാൽ മറന്നുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇത് പേപ്പർ നോക്കിയത് മാതാവ് തന്നെയാണ്. കാര്യം ഞാൻ അതിലൊന്നും എഴുതി വെച്ചിട്ടില്ല. ഫസ്റ്റ് എന്തൊക്കെ വെച്ച് നോക്കിയാലും ഒരു വിഷയമെങ്കിലും എനിക്ക് പോകണ്ട. കാര്യം ഞാൻ ആദ്യത്തെ പരീക്ഷ ഒട്ടും ഞാൻ എഴുതിയിട്ടില്ല നല്ലപോലെ. അതെനിക്ക് ഉറപ്പാണ് എനിക്ക് മാതാവ് തന്നതാണ്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ നേഴ്സിംഗ് പഠിക്കുന്നത് ആന്ധ്രയിലാണ്. അപ്പോൾ അവിടെ 3,70,000 രൂപയാണ് എനിക്ക് ഫീസ്. ഞാൻ 50,000 രൂപ അടച്ചിട്ടുള്ളൂ. അങ്ങനെ എപ്പോഴും ഫീസ് അടക്കാൻ വേണ്ടി അവർ നിർബന്ധിക്കത്തൊന്നുമില്ല. പക്ഷേ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഫീസ് അടക്കാതെ ഹോൾ ടിക്കറ്റ് തരത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് എൻ്റെ അപ്പ മത്സ്യത്തൊഴിലാളിയാണ്, അമ്മ മീൻ കച്ചവടമൊക്കെയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് അത് ഒട്ടും 3 ലക്ഷം രൂപയൊന്നും പെട്ടെന്ന് അടക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു. അങ്ങനെ ആകെയുള്ളത് ഞങ്ങളുടെ വീട്ടിലെ പ്രമാണം മാത്രമാണ്. അപ്പം ഞാൻ വേറൊന്നും നോക്കിയില്ല. അമ്മച്ചിയോട് ഞാൻ പ്രമാണം പണയം വെച്ച് അമ്മച്ചി പറഞ്ഞ് പ്രമാണം പണയം വെക്കാം. പക്ഷേ പ്രമാണം പണയം വെച്ച ബാങ്കുമായിട്ട് നമുക്കറിയാം കുറേ താമസം ഉണ്ടാവും. എനിക്കത് ഒട്ടും പെട്ടെന്നൊന്നും കിട്ടത്തില്ല. കാര്യം ഫീസ് അടക്കാനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് കാലതാമസം ഉണ്ടാവും, മാക്സിമം പോയ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 2.5 മാസമെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫീസ് അടക്കാനുള്ളതാണ്, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അവിടെ നിന്ന് അനുവദിച്ച് തരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അന്ന് ഞാൻ കാശുരൂപവും ഉപ്പും കൊണ്ടാണ് മാനേജറിൻ്റെ റൂമിൽ കയറിയത്. അന്ന് ഞാൻ അവിടെ വിതറി, മാതാവേ എനിക്ക് 15-ാം തീയതി എന്നൊരു ഡേറ്റ് ഞാൻ പറഞ്ഞു, മാതാവേ 15-ാം തീയതിക്ക് മുമ്പ് എന്നെ അവിടെ ബാങ്കിൽ നിന്ന് വിളിക്കണേന്നാണ് പ്രാർത്ഥിച്ചത്. ഞാൻ കോളേജിലായിരുന്നു. എന്നെ 15-ാം തീയതി എന്നെ വിളിച്ച്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു. ഞാൻ ആദ്യം നമ്പർ എടുത്തില്ല, ഞാൻ ഉറക്കമായിരുന്നു. നമ്പർ ആയതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തു. പിന്നെ അവരെന്നെ വിളിച്ച് ഞാൻ എടുത്ത് ബാങ്കിൽ നിന്നാണ് നിങ്ങളുടെ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ഡേറ്റ് പോലും ഞാൻ നോക്കിയില്ല. അപ്പം ഞാൻ ഉടനെ അമ്മച്ചിനെ വിളിച്ച് പറഞ്ഞു, അമ്മ എന്നെ ബാങ്കിൽ നിന്ന് വിളിച്ച് ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു ഇന്ന് എത്രാം തീയതി അടിയെന്ന് ചോദിച്ചു. അവർ പറഞ്ഞാൽ 2-3 മാസമൊക്കെ ആവുമല്ലെന്നല്ലേ. ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് 15-ാം തീയതിയാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് 15-ാം തീയതി തന്നെ ലോൺ സാങ്ഷൻ ആക്കി തന്നെയെന്ന്. അങ്ങനെ അവർ പറഞ്ഞു ഉടനെ തന്നെ വന്നുവെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞാണ് ഞാൻ ഫോൺ കട്ട് ചെയ്തത്. അങ്ങനെ എനിക്ക് 3 ലക്ഷം രൂപ എനിക്ക് ഉടനെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ കയറി. ഞാൻ ഫീസ് അടച്ച് എനിക്ക് എൻ്റെ ഹോൾ ടിക്കറ്റും കിട്ടി. എൻ്റെ 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ പാസ്സായിട്ട് ഞാനൊരു ജോലിക്ക് കയറി. ഞാൻ ഹൈദരാബാദിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. പക്ഷേ എനിക്ക് അവിടുത്തെ ലാംഗ്വേജ് ഹിന്ദി എനിക്ക് അത്ര ഫ്ലുവൻ്റ് അല്ല. അവിടുത്തെ പേഷ്യൻസൊക്കെ ആണെങ്കിൽ ഹിന്ദിക്കാരാണ് കൂടുതലും.
പിന്നെ ചെല്ലുന്നതേ ഉള്ളൂ, ഫ്രഷറാണ്, അധികമൊന്നും അറിയത്തില്ല. അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് നൈറ്റൊക്കെ ഇട്ട്, ഞാനായിരുന്നു റൂമിൽ ഫസ്റ്റ് നൈറ്റൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് നൈറ്റൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ആരുമില്ല, അധികം ഒന്നും അറിയത്തില്ല. എനിക്ക് ടെൻഷനായി. എനിക്ക് പേഷ്യൻസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്ക് അവർക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇതില്ല. അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ എനിക്ക് അതുപോലെ അവരുടെ ഭാഷയിൽ പറയാൻ പറ്റുന്നില്ല. അവരെന്നോട് ചൂടാനൊക്കെ തുടങ്ങി. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ടെൻഷനായി. ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ അവിടെ നിന്ന് കരച്ചിലായി. എപ്പോഴും എൻ്റെ പോക്കറ്റ് കാശ് രൂപ ഉണ്ടാവും, എപ്പോഴും എൻ്റെ കൊന്തയിൽ കാശ് രൂപ. അതുമായിട്ട് ഞാൻ എപ്പോഴും പോകണം. എവിടെ പോയാലും എവിടെ ചെറിയൊരു സ്ഥലത്ത് പോകണമെങ്കിൽ പോലും എനിക്ക് എപ്പോഴും കാശ് രൂപ ഉണ്ടാവും എൻ്റെ കൂടെ. അപ്പം ഞാൻ പോക്കറ്റിൽ നിന്ന് കാശ് രൂപ എടുത്ത് മുറുക്കി പിടിച്ച് ഞാൻ കരഞ്ഞു, മാതാവ് എനിക്ക് പറ്റുന്നില്ല ഈ ഹോസ്പിറ്റലിൽ, എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തന്നെയെന്ന് പറഞ്ഞ്. അടുത്ത ആഴ്ച അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഡെങ്കിപ്പനി അടിച്ച്. അപ്പോൾ അവരെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ 4 പേരായിരുന്നു. അപ്പോൾ 4 പേരും ഞങ്ങൾ പോന്നു. പിന്നെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ 4 പേര് 2 പേര് ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി. പിന്നെ ഞാനൊരു കൂട്ടുകാരത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, പക്ഷേ എല്ലായിടത്തും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എവിടെയും കയറാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് 3 മാസം പിടിക്കും കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി. ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങൾ എല്ലായിടത്തും തിരക്കിയിട്ട് പറഞ്ഞ് രജിസ്ട്രേഷൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല, എന്തൊക്കെ വന്നാലും രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് കോയമ്പത്തൂർ ഹോസ്പിറ്റൽ വിളിച്ച് അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവൾക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അതെന്നെ ശരിക്കും അങ്ങനെയല്ല, ഒറ്റപ്പെട്ടു പോയെന്നുള്ളൊരു സങ്കടമായിരുന്നു എനിക്ക്. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കുറേ ഹോസ്പിറ്റൽ വിളിച്ചിട്ട് ഒന്നും വേക്കൻസി ഇല്ല, ഫ്രഷേഴ്സിന് വേണ്ട, എക്സ്പീരിയൻസ് ഉള്ളവരെയൊക്കെ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ പിന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി. ഞാൻ ആ പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരും കാണാൻ ചോദിക്കാൻ തുടങ്ങി, എന്താ ജോലിക്ക് കയറുന്നില്ല, ഒന്നും ആയില്ലേ? ഞാൻ പറഞ്ഞ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ കയറത്തുള്ളൂ. കണ്ടവർ തന്നെ പിന്നെയും ചോദിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ്, ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരും കയറി ജോലിക്ക്, ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ജോലിക്ക് കയറാനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കർത്താവിന് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഇങ്ങനെ. അപ്പം അമ്മച്ചോട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പം അമ്മച്ച പറഞ്ഞു, എടി മാതാവ് നിനക്കെന്തോ നല്ലത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര കാലതാമസം എന്ന് പറഞ്ഞു. നീ എന്തായാലും കൃപാസനത്തിൽ പോയി പത്രമൊക്കെ മടക്ക്, നീ ഒന്നും ഇത്ര വരെ ഞാൻ കോളേജിലായതുകൊണ്ട് അങ്ങനെ കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം അമ്മച്ച പറഞ്ഞു, പത്രം പോയി മടക്ക്, പറ്റണ ദിവസമൊക്കെ പത്രം പോയി മടക്കുന്നത്. അങ്ങനെ ഞാൻ പത്രമൊക്കെ മടക്കാൻ വേണ്ടി വന്നു. പിന്നെ ഇതുപോലെ ഒരു കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചേക്കി, അവിടെ പോയി അറ്റൻഡ് ചെയ്ത്, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറ്റുന്നില്ല. മാതാവി, ഞാൻ എവിടെ ചെന്നാലും എന്നെ റിജക്റ്റ് അടിക്കുകയാണല്ലോ, എനിക്ക് എന്താ ഇങ്ങനെ സംഭവിക്കണം, ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ ഒന്നും. ഞാൻ കുറേ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന്. അങ്ങനെ ഇവിടെ ഞാൻ മാതാവിനെ ഉമ്മച്ച്, മാതാവ് ഞാൻ ഏത് ഹോസ്പിറ്റലിൽ പോകണം, നാട്ടിൽ നിൽക്കണം, അതോ ഞാൻ പുറത്ത് പോകണം, ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് പോകണം. എനിക്ക് കോയമ്പത്തൂർ ഇഷ്ടമാണ്, കാര്യം എനിക്ക് തമിഴൊക്കെ കുറച്ചൊക്കെ അറിയാം, എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഞാനാണ് മാതാവിനോട് ചോദിക്കുക. എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, കാര്യം പലരും എന്നോട് പറയണം അവിടെ നല്ലതാണ് ഇവിടെ നല്ലതാണെന്ന്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് തീരുമാനം എടുക്കാനോ എനിക്ക് പറഞ്ഞു തരാനോ എനിക്ക് ആരുമില്ല, എനിക്ക് സ്വന്തമായിട്ട് പറ്റുന്നില്ല. കുറച്ച് പേര് പറയും നല്ലത് മുംബൈയിലാണ്, കുറച്ച് പേര് പറയണത് നാട്ടിലാണ്. പക്ഷെ എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നെ, ഞാൻ എവിടെയാണ് പോകേണ്ടതെങ്കിലും എനിക്ക് കാണിച്ചതാണ്, വേറെ ഒന്നും എനിക്ക് കാണിച്ചു തരേണ്ട, എനിക്ക് ഏത് സ്ഥലത്താണ് നിൽക്കേണ്ടതെന്നും പറഞ്ഞതാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലോട്ടിട്ട് മാതാവിന് മുമ്പിരുന്ന് ഞാൻ എഴുതി ലോട്ടിട്ട് 3 ഹോസ്പിറ്റലാണ് ഞാൻ വെച്ചത്. അതിൽ എനിക്ക് കിട്ടിയത് കോയമ്പത്തൂർ ഹോസ്പിറ്റലാണ്. ഞാൻ പറഞ്ഞു, മാതാവേ നിൻ്റെ ആഗ്രഹമാണെങ്കിൽ ഉറപ്പാണ്, ഞാൻ ആഗ്രഹിച്ച ഹോസ്പിറ്റലാണ് നീ എനിക്ക് തന്ന, ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ. എന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങി. കോയമ്പത്തൂർ എല്ലാ ഹോസ്പിറ്റലും ഞാൻ വിളിച്ചിട്ടുള്ളതാണ്, കാര്യം പണ്ട് ഞാൻ നേരത്തെ പോയപ്പോഴും തൊട്ട് എല്ലാവരും വിളിക്കണം. അപ്പോൾ അവിടെ എല്ലാവർക്കും വേക്കൻസി ഇല്ലെന്നാണ് പറഞ്ഞത്. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം പ്രാർത്ഥനയൊക്കെ ചൊല്ലി വിളിച്ച് ഞാൻ എല്ലാ ഹോസ്പിറ്റലും നിരത്തി പിടിച്ച് കുറേ ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ച് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ CV വാട്സപ്പിലോട്ട് അയക്ക്, വേക്കൻസി ഉണ്ട്, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ഹോസ്പിറ്റലിലോട്ട് ഞാൻ CV അയച്ച്. പക്ഷേ എനിക്ക് വാട്സപ്പിൽ നിന്ന് ഒരെണ്ണത്തിന് മാത്രമേ എനിക്ക് റിപ്ലൈ തിരിച്ച് വന്നുള്ളൂ, നീ എന്നെ വന്ന് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറ് ഞാൻ ലോങ് ആണ്, കേരളത്തിലാണ് വീട്, എനിക്ക് സാറ് ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സാറെന്നെ വിളിച്ച് നീ വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എന്നാ ഇൻ്റർവ്യൂ ഒന്നും ഇല്ല, നീ വന്ന് ഡയറക്റ്റ് വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. സാറിന് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ 15-ാം തീയതി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ 14-ാം തീയതി ഇവിടെ ആരാധനയും കൂടി, ഞാൻ രാത്രി അച്ഛൻ്റെ ആരാധനയും കൂടി ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് എനിക്ക് തന്നെ, നീ തന്ന ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ച് ഞാൻ പോവുകയാണ്, ഒരു തടസ്സവും ഇല്ലാതെ എനിക്ക് അവിടെ കിട്ടിയേക്കണേന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പോയി. 15-ാം തീയതി ചെന്ന്. അപ്പം ഞാൻ ഓർത്ത് ഇൻ്റർവ്യൂ ഉണ്ടാവും എന്നാണ് ഓർത്ത് ഞാൻ ചെന്നത്. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കൂടെ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ഇൻ്റർവ്യൂ പേപ്പർ എൻ്റെ കൈ വന്നു. അപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവ് ഞാനൊന്നും പഠിച്ചിട്ടില്ല, എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുമെന്ന് ഓർത്ത്.
അപ്പോൾ HR പെട്ടെന്ന് പോയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബൈബിളുണ്ട്, പോക്കറ്റ് ബൈബിൾ. അപ്പോൾ ഞാൻ അതെടുത്ത് വായിക്കാൻ തുടങ്ങി. കാര്യം ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് നോക്കിയിട്ടാണെങ്കിൽ ടെൻഷൻ കൊണ്ട് വരാം. ഞാൻ പറഞ്ഞു ഞാനൊന്നും നോക്കുന്നില്ല, ഞാൻ ബൈബിൾ വായിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് HR വന്ന് ഇൻ്റർവ്യൂ പേപ്പർ തന്നിട്ട് പറഞ്ഞ് സൂപ്രണ്ടിനെ പോയി കണ്ടോളാൻ പറഞ്ഞു. എനിക്ക് അറിയത്തില്ല, ഒരു മലയാളിയായിരുന്നു സൂപ്രണ്ട്. എൻ്റെ അടുത്ത് വേറെ ഒന്നും ചോദിച്ചില്ല, എന്താ ഇവിടെ വരാൻ കാരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് നാട്ടിൽ സാലറി ഒന്നുമില്ല, കേരള രജിസ്ട്രേഷനൊന്നും അപ്ലൈ ആയിട്ടില്ല, പിന്നെ എനിക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടച്ച് തീർക്കണം, എനിക്ക് അവിടുത്തെ സാലറി കൊണ്ടൊന്നും ആകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചാൽ എവിടെയാണ് കേരളത്തിൽ വീട്? ഞാൻ പറഞ്ഞു ആലപ്പുഴയിലാണെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചാൽ എപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഈ മാസം തന്നെ വന്ന് ജോയിൻ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇത് പ്രശ്നവും ഇല്ലാതെ അവരെനിക്ക് അപ്പം തന്നെ എഴുതി തന്ന്, അപ്പോയിൻമെൻറ്റ് ലെറ്റർ എനിക്ക് തന്ന് പറഞ്ഞ് HR പോയി കണ്ടോളാൻ പറഞ്ഞു. എന്നിട്ട് HR എന്നോട് ചോദിച്ചു എന്ന് നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ 26-ാം തീയതി ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മാസം 26-ാം തീയതി ഞാൻ ജോലിക്ക് കയറുവാണ്. എനിക്ക് അമ്മ മാതാവ് വിഷയം തന്ന നന്ദിക്ക് ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് പത്രം അടക്കുമായിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഞാൻ അന്ന് ഇൻ്റർവ്യൂക്ക് പോയപ്പോൾ തമിഴ് പത്രമൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ എനിക്ക് എൻ്റെ പോക്കറ്റ് മണിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു തുക ഞാൻ രോഗികൾക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും, പണ്ട് എനിക്ക് പള്ളിയിൽ പോകണമെന്ന് അത്ര ഇഷ്ടമല്ലായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എപ്പോഴൊന്നും ഞാൻ പോകത്തില്ലായിരുന്നു, ഞായറാഴ്ച പാട് മാത്രമേ ഞാൻ പോകത്തുള്ളായിരുന്നു. പിന്നെ ഞാനിപ്പോൾ നാട്ടിൽ വന്ന തൊട്ടും ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. പള്ളിയിൽ പോയില്ലെങ്കിൽ ഒരു ദിവസം പോലും ഇങ്ങനെ ടെൻഷനാണ്, കർത്താവ് ഇനി എന്തായിരിക്കും എന്നോർത്ത് ടെൻഷനാണ്. പിന്നെ മാസത്തിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ എപ്പോഴും എനിക്ക് ബൈബിൾ വായിക്കാനുള്ള ഒരു ഇത് വരുന്നുണ്ട്, എപ്പോഴും എനിക്ക് ബൈബിൾ വായിക്കണം. ഫോൺ എടുക്കും ഞാൻ, പക്ഷെ എന്നാലും എനിക്ക് കൂടുതൽ ബൈബിളിൻ്റെ വചനമായിരിക്കും ഫോണിൽ കൂടുതൽ വരണം. അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ എൻ്റെ ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പണ്ട് എനിക്ക് ഇങ്ങനെയല്ലായിരുന്നു, ഞാൻ ചീത്ത വാക്കുകളൊക്കെ പറയുമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല, നല്ലതൊക്കെ ഞാൻ നല്ലവരുടെ സ്നേഹത്തോടെയൊക്കെ പെരുമാറുള്ളൂ. അങ്ങനെ അമ്മ മാതാവ് തന്നെ വിശ്വസിക്കുന്ന ഒരുപാട് നന്ദി പറയും. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം കിട്ടിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് സോണി, ഇതെൻ്റെ 2 മക്കൾ മേബിൾ ആൻ. ഞങ്ങൾ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പൂഴിത്തോട് ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 ഓഗസ്റ്റ് 12-നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകൾക്ക് ജർമ്മനിക്ക് വിസ കിട്ടുവാൻ വേണ്ടിയിട്ടായിരുന്നു. 1.5 വർഷമായിട്ട് മോള് ഉടമ്പടിയിലായിരുന്നു. അപ്പം എനിക്ക് ഉടമ്പടി എടുക്കാൻ തീരെ വയ്യാത്തൊരാളായിരുന്നു. കാരണം ഒരു 3 വർഷം മുമ്പ് ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതുപോലെ എനിക്ക് ഇടതുഭാഗത്ത് എൻ്റെ ഇടതുവശം മുഴുവനായിട്ടും ഞരമ്പുകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ഫിസിയോതെറാപ്പി ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാലിന്, നടുവിന്, എൻ്റെ കഴുത്തിന്, അങ്ങനെ ഒത്തിരി ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു താമരശ്ശേരിയിൽ ഉള്ള ഒരു ഷൈനി, അവളാണ് എന്നെ ഒത്തിരി ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഒത്തിരി എന്നോട് പറയുമായിരുന്നു, എപ്പോഴും ഉടമ്പടി എടുത്താൽ നിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും, ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോഴും ഞാൻ പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു, എനിക്ക് ഉടമ്പടി എടുത്താൽ അത് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നില്ല, മോളുടെ കൂട്ടത്തിൽ നിന്ന് ഉടമ്പടി എടുത്തോളാം, ഉടമ്പടിയിൽ ജീവിച്ചോളാം എന്ന് മാത്രമായിരുന്നു. ഞാൻ എന്നും ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ മുടക്കിയിട്ടില്ല, എല്ലാ ദിവസവും ഉടമ്പടിയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം മോള് നിർബന്ധിച്ചു, എന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി അയച്ചു. ഞാനും എൻ്റെ ചേച്ചിയും കൂടിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ 3 ദിവസം മുമ്പാണ് എനിക്ക് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് കഴുത്തിൽ ബെൽറ്റ് ഇട്ടാൽ മതി, ഇനി അങ്ങോട്ടേക്ക് കുറച്ച് നാൾ ബെൽറ്റ് ഇടണം, എന്നാലേ കഴുത്തിൻ്റെ വേദന കുറയുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബെൽറ്റും ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആ ബെൽറ്റ് ഊരി എൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ ഇവിടെ വന്ന് കയറി നിയോഗത്തിൽ ഞാൻ വെച്ചത്, ഞാൻ അപ്പോഴൊക്കെ കരയുമായിരുന്നു. കാരണം എനിക്ക് വേദനയാണ്, എനിക്ക് എൻ്റെ കഴുത്തിന് വേദന, എനിക്ക് ഇരിക്കത്തില്ല, നിൽക്കത്തില്ല, നടക്കത്തില്ല, ഒത്തിരി ബുദ്ധിമുട്ട്. ഞാൻ പള്ളിയിൽ പോയിട്ട് 3 വർഷത്തിലേറെയായിരുന്നു, മുട്ടുകുത്താൻ പറ്റിയില്ല, നടക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ പക്ഷേ ഞാൻ എൻ്റെ വേദനകളൊന്നും വെച്ചില്ല. കാരണം ഞാൻ മറന്നുപോയായിരുന്നു, വേദനയൊന്നും വെക്കാൻ ഞാൻ ഓർത്തില്ല. കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മകളെങ്ങനെയെങ്കിലും ജർമ്മനിക്ക് പോകണം, അവൾക്ക് അവിടെ ഹൗസ് ബിൽഡിങ്ങിന് പഠിക്കാൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്നൊരു തോന്നലുള്ളതുകൊണ്ട് അതാണ് ഞാൻ ഏറ്റവും ആദ്യം വെച്ച ഉടമ്പടി നിയോഗം. എൻ്റെ ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കണം, അത് പാലിക്കാൻ സാധിക്കണം എന്നാണ്. 2ാമത്തെ ഉടമ്പടി എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടും.
എൻ്റെ വേദനകൾക്കൊന്നും ഞാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ചേച്ചി പറഞ്ഞു, എല്ലാം മാതാവ് കാണുന്നില്ലേ, നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുന്നത് വരെ ഞാൻ വിചാരിച്ചു ഞാൻ ഇരുന്ന വണ്ടിയുടെ ഒരു കംഫർട്ടബിൾ കൊണ്ടായിരിക്കും, എനിക്ക് വേദനയൊന്നും തോന്നിയില്ല. ഞാൻ ചേച്ചിനോട് പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, ഞാൻ ഏതായാലും സുഖമായിട്ട് വീട്ടിലെത്തിയെന്ന്. പക്ഷേ 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം മുതൽ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. ഉടമ്പടിയിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമാണ് നമ്മൾ ഡെയിലി പള്ളിയിൽ പോകണം എന്നുള്ളത്. ഞായറാഴ്ച മാത്രം വല്ലപ്പോഴും പോയിക്കൊണ്ടിരുന്ന ഞാൻ അന്ന് മുതൽ ഡെയിലി പോകാൻ തുടങ്ങി. അപ്പം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചീനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി എനിക്കിങ്ങനെ വേദനകളൊന്നും ഇല്ലല്ലോ, എൻ്റെ കഴുത്തിന് വേദനയില്ല, കാലിന് വേദനയില്ല, ഞാൻ നടന്നാ പള്ളിയിൽ പോയത്, തിരിച്ച് ഞാൻ നടന്നാ വന്നത്, എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല എന്ന്. അന്ന് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് നിന്ന ആ സമയം എൻ്റെ വേദനകളെല്ലാം മാതാവ് ഒരു 90%, അതായത് തീർത്തും എടുത്ത് തന്നാലും നമ്മൾ അഹങ്കാരികളായി പോകുമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കും, ഒരു 10% ചെറിയൊരു വേദന, ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും എനിക്ക് മാറ്റിത്തന്നു. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. അതുപോലെ ഞാൻ എല്ലാ ആഴ്ചയിലും കാരുണ്യ പ്രവർത്തികൾ, അതായത് ഭക്ഷണം കൊടുക്കാൻ പോകുന്നുണ്ട്, കൃപാസന പത്രം കൊടുക്കാൻ പോകുന്നുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്തുകൂടെയൊക്കെ ഞാൻ എല്ലാ ദിവസവും കൊന്തയ്ക്ക് പോകും, രാവിലെ പള്ളിയിൽ പോയാലും വൈകുന്നേരം കൊന്തയ്ക്ക് പോകും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ മാതാവ് എനിക്ക് സൗഖ്യം തന്നു. ബാക്കി പറയാൻ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് കൊടുക്കാം. എൻ്റെ പേര് മേബിൾ മാത്യു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഞാൻ ജർമ്മനിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി വെക്കുന്നത്. എൻ്റെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. വിസ എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് വിസ വെച്ചു. ആദ്യത്തെ വിസ റിജക്റ്റായി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. ഞാൻ അപ്പോൾ അമ്മയോട് കൂടെ പറഞ്ഞു, അമ്മയും കൂടെ വെക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥന തുടങ്ങി. ഞാൻ മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ പുതുക്കുന്നതിന് 10 ദിവസം മുന്നേ എനിക്ക് വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. 29-ാം തീയതി ഞാൻ അവിടെ പോയി അപ്പോയിൻമെൻറ്റിന് വേണ്ടി പോയി. അവിടെ ചെന്നു. പാസ്പോർട്ടിൽ തൈലവും ഉപ്പും ഒക്കെ വിതറി ഞാൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള മെയിലോ കാര്യങ്ങളോ വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. കാരണം ആദ്യത്തെ തവണ ഒരു തവണ റിജക്റ്റ് ആയത് കാരണം. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയും മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കണം, എനിക്ക് വരുന്നില്ലല്ലോ, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നീയും പ്രാർത്ഥിക്കുമെന്ന്. അപ്പം ഡിസംബർ 2-ാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം വേണം, ഇത്തവണ എനിക്ക് മാതാവ് തരും, എനിക്കിതുകൊണ്ട് ജർമ്മനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അടയാളം തരുവാണെങ്കിൽ ഡിസംബർ 7-ാം തീയതി തന്നാൽ മതി എന്ന് പറഞ്ഞു മാതാവിനോട്. ഡിസംബർ 7-ാം തീയതി വരെ ഞങ്ങൾ മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. ഡിസംബർ 7-ാം തീയതി രാവിലെ എനിക്ക് മെയിൽ വന്നിട്ട് ജർമ്മനിയിൽ നിന്ന് മെയിൽ വന്നു, നിങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, വർക്ക് പെർമിറ്റ് ഒക്കെ സബ്മിറ്റഡ് ആയിട്ടുണ്ട്, വർക്ക് പെർമിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ എൻ്റെ കൂട്ടത്തിൽ തൃശ്ശൂരിൽ നിന്നൊരു കുട്ടി കൂടെ വരുന്നുണ്ട്, ആൻമരിയ. അവൾ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നിനക്ക് വിസ കിട്ടുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് കാരണം തന്നെ എനിക്ക് ഡിസംബർ 7 എന്ന് പറയുന്ന ദിവസം എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടൊരു ദിവസമാണ്. അതിനുശേഷം 13-ാം തീയതി ഞങ്ങൾ പത്രം വരുത്തി. ഞങ്ങൾക്ക് കൃപാസന പത്രം ഞങ്ങൾ വരുത്തുന്നതെന്ന് പറയുമ്പം ഉടമ്പടിയിൽ എടുക്കുന്ന 3 പത്രമല്ല, അതിനും കൂടുതൽ ഞങ്ങൾ പത്രം വരുത്താറുണ്ട്. അങ്ങനെ കൃപാസന പത്രം വരുത്തി. അത് 13-ാം തീയതി അമ്മ കൊണ്ടുപോയി ഹോസ്പിറ്റലിലും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും. അപ്പോൾ ഫുഡിൻ്റെ കൂട്ടത്തിൽ അമ്മ അത് കൊടുത്തു. അതിനുശേഷം ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പത്രം കൊടുക്കും. അങ്ങനെ അമ്മ കൊടുത്ത് തിരിച്ചു വന്നു. 15-ാം തീയതി ഞാൻ എൻ്റെ പത്രം കൊണ്ട് ഇറങ്ങി. പത്രം എല്ലാം കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് കൊറിയർ ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പേടിയെന്ന് പറയാൻ പറ്റില്ല, ഒരു കിട്ടുമോ ഇല്ലയോ എന്നൊരു ടെൻഷൻ, ചെറിയതായിട്ടൊരു ടെൻഷൻ വന്നു. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ പോയി മേടിക്കണം, എനിക്ക് പോകാൻ പറ്റത്തില്ല, അമ്മ തന്നെ പോയിട്ട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം അമ്മ പോകുന്നത് കാരണം ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, കൃപാസന പത്രം വായിച്ചു. വിസ എനിക്ക് 15-ാം തീയതി കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിസ കിട്ടുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന്. 16-ാം തീയതി ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. അതേപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ ഡാൻസും കരാട്ടയൊക്കെ ചെയ്യുന്ന കാരണം അവൾക്ക് ഒരു തവണ കാലിനൊരു വേദന വന്നു. എന്നതാ പറ്റിയെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങൾ ആദ്യം ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിരുമി കെട്ടാമെന്നൊക്കെ പറഞ്ഞു. 2 ആഴ്ച തിരുമി കെട്ടിയിട്ടും കൊച്ചിന് കാലിനൊരു വേദനയ്ക്ക് ഒരു മാറ്റവും വന്നില്ല. അപ്പം എക്സ്റേ എടുക്കാൻ പോയപ്പം പറഞ്ഞു അവളുടെ ഉപ്പൂറ്റീൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്പോട്ടിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, അത് കാരണമാണ് അങ്ങനെ വരുന്നത്. അത് ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ തിരുമി കെട്ടിയോണ്ടോ ഒന്നും കാര്യമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, 1.5 മാസത്തേക്ക് പ്ലാസ്റ്റർ ഇട്ട് കാലനക്കാതെ വീട്ടിലിരിക്കാൻ പറഞ്ഞു.
അപ്പം കൊച്ചിൻ്റെ ആദ്യ കുർബാനയോട് അടുപ്പിച്ച് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവൾക്ക് അടുപ്പിച്ച് വീട്ടിൽ ഒന്നര മാസം ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വാ, അപ്പം പിന്നെ സ്റ്റഡിയിൽ ലീവാണല്ലോ 2 മാസത്തേക്ക്, അപ്പം വീട്ടിലിരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പം അമ്മയും ഞാനും വിചാരിച്ചു ഇനി മുതൽ ടാബ്ലറ്റ് ഒന്നും മുന്നേ എടുക്കുന്നുണ്ടായിരുന്നില്ല, ഇനി എന്തായാലും കഴിക്കുന്നില്ല, ഹോസ്പിറ്റലിലും പോകുന്നില്ല. അന്ന് മുതൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ തൈലം പുരട്ടുന്ന സമയത്ത് എൻ്റെ അനിയത്തിയുടെ കാലിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരിക്കൽ പോലും അവൾ അങ്ങനെ ഒരു വേദനയെ പറ്റി പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. അവൾക്ക് അങ്ങനെ ഒരു വേദന വന്നിട്ടുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടി. അതേപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പറ്റുന്നവർക്കൊക്കെ പത്രം കൊടുക്കും. ഞങ്ങളുടെ ഇടവകയിലല്ല, കൂടുതലും ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, ഹോസ്പിറ്റലിലൊക്കെയാണ് കൊണ്ട് കൊടുക്കുക ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ ഞങ്ങൾ ഡയാലിസിസ് പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടനുണ്ട്, ആ ചേട്ടന് സ്ഥിരമായിട്ടൊരു തുക ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വരുന്ന രോഗികൾക്കൊക്കെ വരുന്ന സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് വരുന്ന മെസ്സേജുകൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ, ഒരുപാടൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളത് വെച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ കാരുണ്യപ്രവർത്തികളിൽ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും, മുന്നേ എനിക്ക് ചൊവ്വാഴ്ചയിൽ ലൈവായിട്ട് കൂടാൻ ഭയങ്കര മടിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അത് കാരണം ഇപ്പം മുതൽ ഞാൻ ലൈവിൽ ഇപ്പോൾ ഒരു 6 മാസത്തിന് മേലെയായിട്ട് ഡെയിലി ലൈവിനായിട്ട് തന്നെയാണ് കൂടുന്നത്. അതിനുശേഷം ലൈവിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഞങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണാറുണ്ട്. ഡെയിലി ബ്രെഡ് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. 15-ാം തീയതി രാവിലെ ഫാദർ പറയുണ്ടായി, ഇന്ന് എന്താണോ നിങ്ങൾക്ക് എന്താണോ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എനിക്ക് 15-ാം തീയതിയാണ് വിസ കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വന്നതിന് ശേഷമുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു ഒന്നര വർഷത്തോളം എനിക്ക് ഒരു തരത്തിലും വിസയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, നീ പഠിപ്പ് നിർത്തിയോ, ഇനി ഒന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയും ടെൻഷനും, ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് ദേഷ്യമൊക്കെ വരും. ഒരമ്മച്ചിമാരൊക്കെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഗവൺമെൻറ് റോഡാണ്, ഒരു കോൺക്രീറ്റ് റോഡാണ്. അതിൻ്റെ മുന്നിൽ കൂടെ ഒരമ്മച്ചി രാവിലെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ചോദിക്കും എന്നാ പോകുന്നില്ലേന്ന്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. എനിക്ക് പള്ളിയിലൊക്കെ പോകാൻ ഭയങ്കര മടിയായി. പള്ളിയിൽ പോയിട്ട് വന്നാൽ തന്നെ ഞാൻ കുർബാന സ്വീകരണം കഴിഞ്ഞ് വാഴ്ത്തലും കഴിഞ്ഞ് ഉടനെ ഇറങ്ങി വീട്ടിലോട്ട് ഓടും. എനിക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് വരണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ളവരെ പേടിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് പറഞ്ഞു തന്നു നിനക്കുള്ള ടൈം ആകുമ്പോൾ എല്ലാം ശരിയാവുമെന്ന്. അതേപോലെ ഞാൻ മാതാവിൽ വിശ്വസിച്ചു. എൻ്റെ ടൈം ആവുന്നതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു. എനിക്ക് അതേപോലെ ടൈം ആയി. ഞാൻ പോവുകയാണ്. ജനുവരി ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ പോവുകയാണ് ജർമ്മനിക്ക്. ഇത്രയാണ് എൻ്റെ സാക്ഷ്യം. അതുപോലെ ഒരു ദിവസം ഈ വിസയ്ക്ക് വെച്ചതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞപ്പം ഞാൻ സ്വപ്നത്തിൽ ജോസഫ് അച്ഛനെ കണ്ടിരുന്നു. എനിക്ക് അനുഗ്രഹം തരുന്നതായിട്ടാണ്, 2 കൈയും എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹം തരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതുവരെ ഞാൻ മാതാവിനെ ഒന്ന് കാണണം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചില്ല. പക്ഷേ അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. തൊട്ട് പിറ്റേ ദിവസം എൻ്റെ മകൾ എന്നോട് കരയുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ വിസ ക്യാൻസലായിപ്പോയി എന്ന്. പക്ഷേ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം, ഞങ്ങളുടെ യോഗ്യതയാൽ ഒരു കാര്യവും നടക്കുകയില്ല എന്നാണ് ഈ ഒരു സ്വപ്നത്തിൻ്റെ അർത്ഥമെന്ന്. കാരണം ഈശോയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ കൃപയോടെ മാത്രമേ എന്തെങ്കിലും സാധിക്കുകയുള്ളൂ എന്ന് അന്ന് മുതൽ എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ആ സ്വപ്നത്തെപ്പറ്റി മോളോട് പറഞ്ഞിട്ടില്ല, കാരണം അവൾക്കതൊരു ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് 100% ഉറപ്പായിരുന്നു, അമ്മ ഒരിക്കലും കൈവിടുകയില്ല, ഈശോ വഴി അത് സാധിച്ചു തരുമെന്ന്. ഞങ്ങൾക്ക് ഈശോ വഴി മാതാവ് സാധിച്ചു തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് വിനിത. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നും. ഇതെൻ്റെ മകൾ ഹെന്ന, ഇതെൻ്റെ ഭർത്താവ് പോളി. ഞാൻ ആദ്യമായി ഒരു 4 വർഷം മുമ്പാണ് ഇവിടെ വന്നത്. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വിശ്വാസമില്ലാതിന് ഞാനിവിടെ ആദ്യം വന്നത്. അങ്ങനെ ഞാനിവിടെ വന്ന് തിരിച്ചു പോയി. വീണ്ടും ഞാൻ 2023 ഇവിടെ വന്നു. അന്ന് എൻ്റെ മകൾ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് അവൾക്ക് നിർബന്ധമായിട്ട് ഉടമ്പടി എടുക്കണമെന്നുള്ള വാശി പിടിച്ചിട്ടാണ് ഇവിടെ വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വാശിക്ക് പോരുന്ന വഴിക്ക് മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല. കാരണം എനിക്ക് അത്രത്തോളം പേടി ഉണ്ടായിരുന്നു. പിന്നെ എന്താവും അറിയില്ല ഉടമ്പടി എടുത്താൽ. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എത്രയേക്കാളും ഒരു 1/2 മണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് ഒരു വിളി വന്നു. എൻ്റെ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു.
അങ്ങനെ അപ്പച്ചൻ്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചു, നിങ്ങൾ തിരിച്ചു പോരെയെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എത്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു, ടോക്കൺ എടുത്തു, ഉടമ്പടി എടുക്കാനായിട്ട് മോളിൽ കയറി കഴിഞ്ഞിട്ടും ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. തിരിച്ചിറങ്ങി പോന്നു, പത്രം തിരിച്ചു കൊടുത്ത് വീട്ടിൽ പോയി. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഞാനിവിടെ വരുന്നത് 2025 മെയ് 22-ാം തീയതിയാണ് ഇവിടെ വരുന്നത്. അതും മോളുടെ എക്സാം പാസ്സായി, അവൾക്ക് പോകാൻ സാധിക്കണില്ല ജർമ്മനിയിലേക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ആരും പറയുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ മാതാവാണെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഇത് ഉടമ്പടി എടുത്താലേ ശരിയാവുള്ളൂ, നീ കൃപാസനത്തിൽ പോകുന്നു. അങ്ങനെ ഞാനൊന്നും നോക്കിയില്ല, 2 ദിവസത്തിനുള്ളിൽ ഇവിടെ വന്നു. മെയ് 22-ാം തീയതി ഇവിടെ വന്നു, ഉടമ്പടി എടുത്ത് 6 നിയോഗം വെച്ചു. അതിൽ മോളുടെ ജർമ്മനി പോകുന്ന കാര്യം ഒഴികെ ബാക്കിയെല്ലാം ദൈവം അനുഗ്രഹിച്ച് സാധിച്ചു കിട്ടി. പിന്നീട് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു ഏജൻസിയിൽ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസ ഒരു 2 ലക്ഷം രൂപ മേലെ കൊടുത്തു. ഒന്നും ശരിയായില്ല അവളുടെ പോക്കിൻ്റെ കാര്യങ്ങൾ. ഇൻ്റർവ്യൂ തരാമെന്ന് പറയും, തരില്ല. 15 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു, ഇല്ല. പൈസ ചോദിച്ചു, പിന്നെ തരാം എന്നുള്ള മറുപടി മാത്രമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി, അങ്ങനെ എല്ലാം ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി ഓഗസ്റ്റ് 22-ാം തീയതി തീരും. ഓഗസ്റ്റ് 21-ാം തീയതി ആ സാറ് വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ പോരെ, നിങ്ങളുടെ പൈസ റെഡി ആയിട്ടുണ്ട്, പൈസ തരാമെന്ന്. അങ്ങനെ പൈസ കിട്ടി. പിന്നീട് എനിക്കുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു 22 വർഷത്തോളമായി എൻ്റെ തണ്ടലിൻ്റെ അവിടെ ഒരു നട്ടലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു മുഴയല്ല, കുരുവാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, അങ്ങനെ ഒരു സംഭവം വരും. എന്നും അത് ആശുപത്രിയിൽ പോവും, കീറും, സ്റ്റിച്ചിടും. ഒരു 6 തവണയോളം അവിടെ അങ്ങനെ കീറി സ്റ്റിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഈ കുരു വന്നു കഴിയുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഇതിങ്ങനെ കീറി സ്റ്റിച്ചിട്ടിട്ട് കാര്യമില്ല, ഇത് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മൊത്തം വേരോടുകൂടി ഇതിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഉള്ളിലുണ്ട്, അതൊക്കെ എടുത്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. ദൈവമേ എന്ത് ചെയ്യും, ഇനി 2-3 മാസം റെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് പറയണത്, എന്ത് ചെയ്യുന്നുള്ള ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഞാൻ കൃപാസനത്തിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ അസുഖമുള്ളൊരു കുട്ടി മാതാവിൻ്റെ ഉപ്പ് കലക്കി വെള്ളം കുടിച്ചു, തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ആ കുട്ടിയുടെ ഇതുപോലെ ഉണ്ടായ സംഭവം പൊട്ടി പുറത്തേക്ക് പോന്നു, ഓപ്പറേഷൻ വേണ്ടി വന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വായിച്ചതിൽ നിന്ന്. അപ്പം ഞാൻ അതുപോലെ ചെയ്തു, പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ കുരു പൊട്ടി എന്നുള്ളതാണ്. കുരു പൊട്ടിയിട്ട് ബ്ലഡാണ് കൂടുതലും വന്നത്. കുറേ ബ്ലഡ് പോയി, ഒത്തിരി പഴുപ്പും ബ്ലഡൊക്കെ പോയി. ഒരു 3 ദിവസത്തോളം അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് മുറിവിൻ്റെ മരുന്നൊക്കെ പുരട്ടി അത് പൂർത്തീകരിച്ച് ഉണങ്ങി. ഇപ്പോൾ എനിക്ക് അവിടെ യാതൊരു വിധ പാട് പോലും ഇല്ല എന്നുള്ളതാണ്. ഇനി പറയാനുള്ളത് എൻ്റെ മകൾക്കാണ്. ഭാഗ്യത്തെ മകൾ പറഞ്ഞോളൂ. എൻ്റെ പേര് ഹെന്ന, ഞാൻ കുഴൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി കേൾക്കുന്നത്. അതും എൻ്റെ റൂംമേറ്റ് വഴിയായിട്ടാണ്. ആൾ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചാണ് ഞാൻ അമ്മേനെ കൊണ്ട് വന്നത്. അന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വന്നു, ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ ജർമ്മനി പോകുന്ന ഒരു കാര്യവും ശരിയാവുന്നില്ല. ഏകദേശം 5-4 ഏജൻസിയോളം ഞങ്ങൾ കൊടുത്തു. പൈസ പോവാന്നല്ലാണ്ട് വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെയിൽ കൊടുത്തു. അന്നാണ് ഞങ്ങളുടെ ഒക്ടോബർ മാസമാണ് ഞാൻ കൊടുത്തത്. ഒക്ടോബർ മാസം ജപമാല മാസം ഞങ്ങളുടെ പള്ളിയിൽ 21-ാം തീയതി കൊന്ത തുടങ്ങിയായിരുന്നു. അന്ന് ഞാൻ കൃപാസന മാതാവിനോട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് ഒക്ടോബർ 31-ാം തീയതിക്കുള്ളിൽ എനിക്ക് VFSൻ്റെ ഡേറ്റ് കിട്ടണം. വിസയ്ക്ക് വയ്ക്കാൻ എനിക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒക്ടോബർ 24-ാം തീയതി അമ്മ മാതാവ് സഹായിച്ച് എനിക്ക് VFSന് ഡേറ്റ് കിട്ടി. നവംബർ 12-ാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു. എനിക്ക് ഇന്നലെയാണ് വിസ വന്നത്. ഞാൻ മാതാവിനെയാണ് ആദ്യം വിസ കാണിച്ചത്. ഞാൻ വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടേ ഞാൻ വേറെ ആരുടെ അടുത്തും പറയുള്ളൂ എന്ന്. ഇന്നലെ വന്നു, ഇന്നിപ്പോൾ ഇവിടെ വന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു. ഞാൻ വിസയ്ക്ക് വെച്ചപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, ഞാൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ തൈലം പുരട്ടി ഉപ്പ് വെതറി, എന്നിട്ടാണ് ഞാൻ വിസയ്ക്ക് വെച്ചത്. അതുപോലെ തന്നെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക് വിസ വന്നത്. ഞാൻ ഈ ജാനുവരി 1-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ്. അമ്മ മാതാവും ഈ ശോഭജൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കാരണം കുറേ കൊടുത്തിട്ടാണ് ശരിയാവാണ്ടിരുന്നത്. അവസാനം മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് മാതാവ് തന്നത്. ഇനി ഞാൻ എൻ്റെ അപ്പച്ചനെ കൊടുക്കാം. എൻ്റെ പേര് പോളി. എനിക്ക് തണ്ടവേദനയായിരുന്നു. ഒരു 15 വർഷം മുന്നേ തണ്ടവേദന തുടങ്ങിയതാണ്. അപ്പം അന്നാണ് ഇവിടെ ഇവർ ഈ പറഞ്ഞ മാതിരി ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് ഇവരെ ഞാൻ കാറിൽ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ച് പോകുമ്പോഴേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ ഇവിടേക്ക് വിളിക്കരുത്, എനിക്ക് പറ്റണില്ല, വണ്ടിയിൽ പോകുമ്പോൾ തണ്ടവേദന എടുക്കും. അങ്ങനെ പോയി. പിന്നെ ദിവസം പള്ളിയിൽ പോവും, കുർബാന സ്വീകരിക്കും. അപ്പോൾ ജപമാലയുടെ അഖണ്ഡ ജപമാലയുടെ കേസിന് ഞങ്ങളുടെ അടുത്തോട് ചേട്ടൻ പറഞ്ഞു, വണ്ടി പോകുന്നുണ്ട്, പോളി നീ പോരുണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ ആ ചേട്ടൻ്റെ അടുത്തോട് ഞാനില്ല, കാരണം എനിക്ക് തണ്ടവേദനയാണ്, എനിക്ക് പറ്റില്ല, ഞാൻ അയലക്കത്തൊക്കെ ഒന്ന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു.
അങ്ങനെ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ ദിവസം പള്ളിയിൽ പോവും, കുർബാന കാണും, പണിക്ക് പോവും. അപ്പോൾ തണ്ടൽ വേന വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര തണ്ടൽ വേന, കുഴമ്പിടും, എങ്ങനെയൊക്കെയായിരുന്നു പരിപാടി. അപ്പോൾ എന്തോ മാതാവ് എന്നെ വിളിക്കണ മാതിരി എനിക്ക് തോന്നി. ഞാൻ കുർബാന കഴിഞ്ഞ് രാവിലെ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഈ ചേട്ടനവിടെ നിൽക്കാണ്. അപ്പം ഞാൻ പറഞ്ഞ് ചേട്ടന് 3 സീറ്റ് ഞങ്ങളുണ്ട് എന്നും പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോന്നു. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്ത്, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ചേട്ടൻ എനിക്ക് തണ്ടലേനാണ്, ഞാൻ ഉണ്ടാവില്ല എന്നുള്ള പുള്ളിയും പറഞ്ഞാൽ ശരിയാണ്, നീ വരണ്ട, അവിടെ തിരക്കായിരിക്കുള്ളൂ, നിന്നെക്കൊണ്ട് പറ്റില്ല. ഇത് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഒരു തോറ്റം പോലെ ഞാൻ തന്നെ ചെന്ന് പറയാണ്, അത് മാതാവിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്, ചേട്ടൻ ഒരു 3 സീറ്റ്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചില്ല, അത് നിന്നോട് ചോദിച്ചപ്പോൾ തണ്ടലേനാണെന്നുള്ള പറഞ്ഞായിരുന്നേ എന്ന് പുള്ളി ചോദിച്ചില്ലാനും. അങ്ങനെ ഇവിടെ വന്ന് 2 കിലോമീറ്റർ അകലെയാണ് വണ്ടി നിർത്തി ഞങ്ങൾ. അവിടെ നിന്ന് നടന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് കൊന്ത ചൊല്ലി നടന്നിട്ട് അവിടെ വരെയും അറിഞ്ഞു പോലുമില്ല, എങ്ങനെ എത്തിയെന്ന് പോലും അറിയില്ല. അങ്ങനെ ഭയങ്കര അനുഗ്രഹമുണ്ട്. ഇപ്പോൾ തണ്ടലേനൊക്കെ കുറവായി, വളരെയധികം മാറ്റമുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. മാതാവിന് നന്ദി പറയുന്നു. അതിന് പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യണത് പത്രം ടൗണുകളിലും മാള ബസ് സ്റ്റാൻഡിലും. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പത്രം കൊടുക്കുന്ന സമയത്ത് മാതാവിനോട് പറയും, മാതാവേ ഈ പത്രം അർഹതയുള്ള കൈകളിൽ എത്തണം, അതിനുള്ള ആളുകളെ എനിക്ക് മാതാവ് കാണിച്ചു തരണം. ഈ പത്രം വായിക്കുമ്പോൾ അവരുടെ നിയോഗങ്ങൾ മാതാവ് ഏറ്റെടുക്കുകയും ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കണത്. ഈ പത്രം കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്നവരോട് ഞാൻ പറയും, വേണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് തന്നേരും. മാത്രമല്ല നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പത്രം വാങ്ങിക്കാവൂ, അല്ലെങ്കിൽ വാങ്ങിക്കരുത്. വായിക്കാതിരുന്നിട്ട് പിന്നെ ഇത് വാങ്ങിച്ചിട്ട് കാര്യമില്ല, വായിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലയെന്ന് പറയുന്ന ആളുകൾക്ക് പൈസ കൊടുക്കാറുണ്ട്. ഒപ്പം ഭക്ഷണത്തിന് പൈസ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കാറുണ്ട്, ദശാംശം കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉടമ്പടിയിൽ ആയിരുന്നപ്പോൾ മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും പള്ളി പോവാതിരിക്കുകയോ കുമ്പസാരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും പ്രാർത്ഥന മുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്, പള്ളി പോയില്ലെങ്കിൽ അതിലേറെ വിഷമം. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ജീവിതം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഞായറാഴ്ച വെറുതെ പള്ളി പോരും. പിന്നെ പോണത് കൊല്ലത്തിൽ 10 ദിവസത്തെ കൊന്തയ്ക്ക് മുടങ്ങാതെ പള്ളി പോവും. പിന്നെ ഈ പറഞ്ഞ പോലെ മാതാവിൻ്റെ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ 10 ദിവസത്തെ നവനാളുണ്ടാവും, അതിന് പോവും. അങ്ങനെയൊക്കെ പള്ളി പോയിട്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് ഒരു ദിവസം പോലും പള്ളി പോവാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ മാതാവ് വലിയൊരു അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ കൊച്ചിൻ്റെ വിസ വരാതായിരിക്കുന്ന സമയത്തും എപ്പോഴും ബൈബിളെടുത്ത് വായിക്കുമ്പോൾ ഞാനിങ്ങനെ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കുക, മാതാവി വിസയ്ക്ക് അനുസൃതമായിട്ടൊരു വചനം കാണിച്ച് തന്നേക്കണേ എന്നും പ്രാർത്ഥിച്ചാണ് ബൈബിൾ തുറക്കാറ്. അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഭയം കൂടാതെ സാക്ഷ്യം നൽകാൻ. ഞാൻ ഒത്തിരി ദിവസമായി പ്രാർത്ഥിച്ചു ഒരുങ്ങണം ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. ഇവൾ 12-ാം തീയതി വിസയ്ക്ക് വെച്ചു. 19-ാം തീയതി ഞാൻ എൻ്റെ നിയോഗങ്ങളും എൻ്റെ സാക്ഷ്യത്തിനുള്ള കാര്യങ്ങളും ഞാൻ എഴുതി വെക്കുകയാണ് ചെയ്തത് വീട്ടിൽ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മ മാതാവ് തരുമെന്ന്. അതിപ്പോൾ നിറവേറിയിട്ടുണ്ട്. മാതാവിന് ഞാൻ നവംബർ 30-ാം തീയതി ഞാനിവിടെ വന്ന് പോയായിരുന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇനി കൊച്ചിൻ്റെ വിസയും പാസ്പോർട്ടുമായിട്ട് ഞാനിവിടെ വരുള്ളൂ. മാത്രമല്ല ഇത് മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വിസ കിട്ടിയെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയുള്ളൂ എന്ന് മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇന്നലെ വിസ കിട്ടി. ഇന്ന് രാവിലെ വെളുപ്പിന് 2:45 ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തി മാതാവിനെ നന്ദി പറഞ്ഞത്. ഇനി ഞാനും എൻ്റെ കുടുംബവും ഇപ്പോഴും മാതാവിൻ്റെ മുമ്പിൽ വെറും നഴ്സറി കുട്ടികൾ മാത്രമാണ്. കാരണം ഞങ്ങൾക്കൊന്നും അറിയില്ല. മാതാവിൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ആത്മീയ വളർച്ച മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം മാതാവിൻ്റെയും ഈശോ